ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ത് നല്ല ശുഭമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ടവർ മൊമെൻറ്റ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ടവർ മൊമെൻറ്റ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം എന്താണെന്ന് നോക്കുമ്പോൾ 7 നമ്പർ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 7 നമ്പർ നിങ്ങൾക്കുള്ളതായിട്ട് കാണും. 777, 55, 555 ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരം എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇമോഷണൽ ലോസ് ഉണ്ടാവത്തില്ല എന്നതാണ്. അതായത് മാനസികമായിട്ട് നിങ്ങൾക്കെപ്പോഴും ഒരു മുറിവ് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ആ മുറിവിൽ നിന്ന് നിങ്ങൾ മുക്തരാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു രീതിയിലുമുള്ള മാനസികമായിട്ടുള്ള പീഡ അനുഭവിക്കേണ്ട അവസ്ഥ വരത്തില്ല. ഇനി ഒരു രീതിയിലുമുള്ള ഒരു സ്ട്രെസ്സും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഏത് രീതിയിലുമുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങളും മാനസികമായിട്ടുള്ള വേദനകളും എല്ലാം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടുവന്ന ഇതുവരെ അതിൽ നിന്ന് നിങ്ങൾ മുക്തരാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് മുക്തരാവുന്നു എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾ വലിയൊരു പരിവർത്തനത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പരിവർത്തനത്തിൽ ഈ ദുഃഖം നിറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു സൈഡ് മുഴുവനും ഭയങ്കരമായിട്ട് ഇരുട്ട് നിറഞ്ഞ നെഗറ്റിവിറ്റി, ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു നെഗറ്റിവിറ്റി കാരണം നിങ്ങൾ എപ്പോഴും കരയുന്ന ഒരവസ്ഥ, അതായത് ഒരു വ്യക്തിയുടെ ആ ഒരു ശബ്ദം പുറത്ത് വരാതെ നിശബ്ദമാകുന്ന ഒരവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്ത് നിങ്ങൾക്ക് ഇത്രമാത്രം സന്തോഷം ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് അതേ അവസ്ഥ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു വ്യക്തി മന്ത്രമുക്തരാവുക എല്ലാ നെഗറ്റിവിറ്റി സിറ്റുവേഷനിൽ നിന്നും എല്ലാം. ഇത് രാത്രിയും പകലും തമ്മിലുള്ള ഒരു അന്തരമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു മിറർ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. മിറർ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 13 നമ്പർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ 13 നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധക്കുള്ളതായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 3 നമ്പറിൻ്റെ ആ ഒരു ഊർജ്ജ നിങ്ങളുടെ ലൈഫിൽ കുള്ളായിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ 31 നമ്പറിൻ്റെ ഊർജ്ജ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക, അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വലിയ ബാലൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സമയം ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ടെൻഷനിൽ നിന്നെല്ലാം എനിക്ക് മുക്തരാവാൻ സാധിച്ചെങ്കിലെന്ന് നിങ്ങൾ പലപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ ടെൻഷനിൽ നിന്നും മുക്തരാവുന്ന ആ ഒരു സമയം. കാരണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സമയമില്ല, ടെൻഷൻ ഇല്ലാത്ത ഒരു സമയം. എപ്പോഴും ടെൻഷനും വിഷമവും എല്ലാം നിറഞ്ഞ ഒരു ദിവസമാണ് നിങ്ങളുടെ ദിവസങ്ങളെല്ലാം. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും എണീക്കുമ്പോഴും എല്ലാം ടെൻഷനോടെയാണ് ഉറങ്ങുന്നതും എണീക്കുന്നതും എല്ലാം. ഇനി ഒരു ടെൻഷൻ ഇല്ലാതെ ഉള്ള ഒരു ഉറക്കവും ടെൻഷൻ ഇല്ലാതെ ഉണരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് മിറർ എനർജിക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും, മിറർ നമ്പർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. 373 അങ്ങനെയൊക്കെയുള്ള നമ്പർ. ഇവിടെ ആദ്യം ദൈവം ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തുമാത്രം ഇമോഷണലായിട്ടുള്ള പാറ്റേൺസ് ആണോ നിങ്ങൾ അനുഭവിച്ചത് അതിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരിക, അതാണ് ദൈവം ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് ശുഭത വന്നാലും ആദ്യം നിങ്ങളുടെ ആ ഒരു വിഷമത്തെയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെയാണ് മാറ്റുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് സന്തോഷം വന്നാലും നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ അതിലോട്ട് പോകത്തില്ല. അങ്ങനൊരു വിഷമം നിങ്ങൾക്കുണ്ട്. ഇവിടെ ഇമോഷണൽ ലോസ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ 100 കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതായത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലൈഫിൽ ശുഭത വന്നാലും നിങ്ങൾക്ക് അതിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആ ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടുവരണം യൂണിവേഴ്സിന്. അതിനു വേണ്ടി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റിയെ യൂണിവേഴ്സ് മാറ്റുകയാണ്. ഇനി നിങ്ങൾ ഒരിക്കലും ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിലും പോയി വീഴത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് കാര്യം, നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഭഗവാന്റെ ആ ഒരു കൃപയുണ്ട്. ഈ ഒരു സമയം ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട്, അതായത് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകും.
ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നം നിങ്ങൾ ആരോടും ഷെയർ ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് ഞാൻ കാരണം ബുദ്ധിമുട്ടാവണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ കോവിലിൽ പോയിട്ടും കോവിലിൽ ആ ഒരു പ്രശ്നം ദൈവത്തിനോടും പറയുന്നില്ല. എന്നും പോലെ സ്ഥിരം പോയി തൊഴുതിട്ട് വരുന്നു. അല്ലാതെ ഈ ഒരു പ്രശ്നത്തിനെക്കുറിച്ച് നിങ്ങൾ ദൈവത്തിനോടും പറയുന്നില്ല. പക്ഷേ ഒരു സമയം നിങ്ങളിങ്ങനെ ആകാശം നോക്കി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ, അതായത് ആകാശത്തിൻ്റെ താഴെ നിങ്ങൾ നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ നിന്നുകൊണ്ട് ജനലിൽ കൂടെ ആകാശം കാണുന്ന രീതിയിൽ നിങ്ങളിരിക്കുമ്പോഴോ, എപ്പോഴാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ലഭിച്ചെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന്. ആ ഒരു പ്രശ്നത്തിന് പരിഹാരം വളരെ പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ സമയത്തിന് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഇത്രയും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് തന്നെ സ്വയം ഫീലാകും, നിങ്ങൾ ഒറ്റയ്ക്കല്ല, യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്, യൂണിവേഴ്സ് ഓരോ സമയം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സ്ഥിതികൾ ഇങ്ങനെ ക്രിയേറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടൽ, എലോൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഫീലാകുന്നുണ്ട്. ഇവിടെ ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടി പേടിക്കണം? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇനി നിങ്ങളുടെ ആ ഒരു ക്രൗൺ ചക്ര അത് ആക്റ്റീവ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കുറച്ച് സമയം കഴിയുമ്പോൾ നടക്കുന്നതായിട്ട് അത് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇനി മോശം കാര്യങ്ങളെക്കുറിച്ചായിരിക്കത്തില്ല നിങ്ങളോട് പറയുന്നത്, നല്ല കാര്യങ്ങളായിരിക്കും നിങ്ങളോട് പറയുന്നത്. അതായത് ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ നല്ല കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഇനി നിങ്ങൾക്ക് ഒത്തിരി ബേർഡ്സ് ഒരുമിച്ച് കാണാൻ സാധിക്കും. ഇവിടെ അതിൽ 4-5 ബേർഡ്സ് ചിലപ്പോൾ വൈറ്റ് കളറായിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ചിലപ്പോൾ റിയലായിട്ടോ അല്ലെങ്കിൽ ഇമേജ് ത്രൂ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അതിൽ എന്തായാലും 4-5 ബേർഡ്സ് വൈറ്റ് തന്നെയായിരിക്കും നിങ്ങൾ കാണുന്ന ആ ഒരു ബേർഡ്സിൽ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ശാന്തിയും സമാധാനവും നിങ്ങളുടെ ലൈഫിലെല്ലാം നല്ലതായിട്ട് വരുന്നതിനെ കുറിച്ചാണ് ഈ ഒരു ബേർഡ്സിനെ നിങ്ങൾ കാണുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ സൗഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മണി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നതും സാക്രിഫൈസ് ചെയ്യുന്നതും, നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിനെ അവസാനിപ്പിക്കാൻ ഞാനിങ്ങനെ കോംപ്രമൈസ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് പോകാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ എത്ര തന്നെ കോംപ്രമൈസ് ചെയ്താലും സാക്രിഫൈസ് ചെയ്താലും നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങളെക്കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് തോന്നും ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ട് ആ പ്രശ്നത്തെ അവസാനിപ്പിച്ചു എന്ന്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് അവസാനിച്ചു എന്ന്. പക്ഷേ നാളെ വീണ്ടും ആ ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ ഉയർന്നു വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയുടെ ആ ഒരു സപ്പോർട്ട് തേടണം. നിങ്ങളുടെ ബുദ്ധി ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ സപ്പോർട്ട് നല്ല രീതിയിൽ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സമയം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടിയും കൺഫ്യൂഷനും വരും. നിങ്ങളുടെ സ്വന്തം തീരുമാനം പോലും തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇവിടെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ പോലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗിൽറ്റ് തോന്നുന്നു. ഞാൻ എന്തിനാണ് അങ്ങനെ അവിടെ സാക്രിഫൈസ് ചെയ്ത് ആ തീരുമാനം എടുത്തത്, ഞാൻ ചെയ്യുന്നത് തെറ്റായിരുന്നു എന്ന്, എനിക്ക് അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്ന് പിന്നെ നിങ്ങൾക്ക് ഗിൽറ്റിൻ്റെ ഭാവം വരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സാക്രിഫൈസ് മോഡിൽ കൺഫ്യൂഷനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം. എവിടെയാണോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്, കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് പോകേണ്ട അവസ്ഥ വരുന്നത്, അവിടെ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സ് കുള്ളാട്ടും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലൊരു തോന്നൽ ഉണ്ടാവുകയാണ് എങ്കിൽ നിങ്ങൾ പഠിക്കുക. അതായത് നിങ്ങൾ എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ആ വീഡിയോയിൽ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഇത് പഠിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കുക നിങ്ങൾ.
എവിടെയാണോ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ആ ഒരു തോന്നൽ വരുന്നത്, അപ്പോൾ അവിടെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. ഇവിടെ കുറച്ച് അപ്ഡേറ്റ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കോഴ്സ് പഠിക്കണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു കോഴ്സ് പഠിക്കുക. കുറച്ചും കൂടെ അപ്ഡേറ്റ് ആവാൻ സാധിക്കുമല്ലോ നിങ്ങൾക്ക്. ഇല്ല എങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഉപദേശം ആരിൽ നിന്ന് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉപദേശം തേടുക. ഇവിടെ നിങ്ങളുടെ അറിവ് സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്താണോ ഇപ്പോൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ജ്ഞാനം സമ്പാദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്ത് പ്രശ്നമായാലും അതിന് ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതും ഭക്തിയോടെ ദൈവത്തെ വിളിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ ആശീർവാദം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് നിങ്ങളുടെ ബുദ്ധി നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ വലിയ ഒരു പ്രശ്നമായിരിക്കാം, പക്ഷെ അതിൻ്റെ ആ ഒരു സമാധാനം വളരെ സിമ്പിൾ വേയിൽ നിങ്ങൾ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ ബുദ്ധി ഇത്രമാത്രം വർക്കാവുന്നല്ലോ എനിക്ക് വേണ്ടി എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ ഒരു വ്യക്തി വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിൽ ഒരു കാര്യം തന്നെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ ഒരു മാനസിക സ്ഥിതി മോശമാകും. അപ്പോൾ കോൺസെൻട്രേഷൻ ഇല്ലാതാവും. അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത് ഒന്നും അറിയത്തില്ല. ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഭഗവാനാണ് അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഐഡിയ അവർക്ക് കൊടുക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ എന്തുമാത്രം വിഷമം ഉണ്ടാകും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ആ ഒരു വിഷമം എത്രത്തോളം ഉണ്ടോ അതിനെ ഒരു സമയം തന്നെ കരഞ്ഞങ്ങ് റിലീസാക്കി കളയുക. അതായത് അതിനെ ഇങ്ങനെ ആലോചിച്ച് ഒരു സമയം കരഞ്ഞു, വീണ്ടും പിറ്റേന്ന് അതേ സമയത്ത് വീണ്ടും കരയുന്നു, അങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അത് മാറ്റുക. നിങ്ങൾ എന്താണോ വിഷമം ഒരു സമയം കൊണ്ട് ആ വിഷമം കരഞ്ഞങ്ങ് തീർക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകരുത്. കാരണം നിങ്ങൾ എത്രത്തോളം ഹീലാവുമോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും ആ പ്രശ്നങ്ങളെ കണ്ട് പേടിച്ച് ഇരിക്കാൻ പാടില്ല. നിങ്ങൾ യോദ്ധാവാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങൾ കസ്തൂരി മൃഗമാണ്, നിങ്ങൾ യോദ്ധാവാണ്, നിങ്ങൾ ലയണിൻ്റെ ആ ഒരു എനർജിയിലുള്ള ആളാണ്. അതുകൊണ്ട് എത്ര പ്രശ്നം വന്നാലും നിങ്ങൾ അതിനെയൊക്കെ ഫേസ് ചെയ്ത് പോരാടി പുറത്ത് വരണം. അല്ലാതെ പ്രശ്നങ്ങളെ കണ്ട് ഒരിക്കലും ഭയക്കാൻ പാടില്ല. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ട് ഉണ്ട്. ഇവിടെ നിങ്ങളിൽ ചില ആൾക്കാർ എപ്പോഴും പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്. എന്താണ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത്, അതല്ലാതെ ഫ്യൂച്ചറിൽ എന്താണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ കയ്യിൽ എന്താണ് എനിക്ക് നഷ്ടമായത് അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് നിർത്തുവാനാണ് ഈ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം വിചാരിക്കുക. നിങ്ങളുടെ ആ ഒരു പരിവർത്തനത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടും. ഒരു പാറ്റേണിൽ പോകുന്നവരാണ് എങ്കിൽ ആ ഒരു പാറ്റേണിലോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നും. അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി ഉള്ള ആളാണ് നിങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ കളർ കൂടുതലായിട്ട് നിങ്ങൾ ഇടാൻ തുടങ്ങും. ഇവിടെ ഏതെങ്കിലും ഒരു വസ്തുവിനെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ വസ്തു നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യും. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനം. ആ ഒരു സ്ഥാനത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇരിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടം തോന്നത്തില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് എപ്പോഴും കംഫർട്ടബിളായിട്ട് ഇരിക്കേണ്ട ആ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇരിക്കാനായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് ആ റൂം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ദൈവം, അവിടെ മാത്രമേ ഞാൻ ഇരിക്കത്തുള്ളൂ, അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പരിവർത്തനത്തിന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് മാറി നിങ്ങൾ ഇരുന്ന് നോക്കുക, എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ നോക്കാമല്ലോ.
ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരു പരിവർത്തനം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഡിസ്കണക്റ്റ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കും. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്നൊക്കെ ഇവിടെ എന്തിൻ്റെ പിറകെയാണോ നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് അതിൽ ഒരു പരിവർത്തനം ഉണ്ടാകും. ആൾക്കാർ നോക്കുമ്പോൾ അവർക്ക് തന്നെ അത്ഭുതം തോന്നും. ഈ വ്യക്തി ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുമ്പ്, ഇതിൻ്റെ പിറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നല്ലോ, ഇപ്പോൾ എന്താ അതിൻ്റെ പിറകെ പോവാതെ, അങ്ങനെ ഒരു പരിവർത്തനം നിങ്ങൾക്കുണ്ടാകും. ഇവിടെ എനിക്കറിയാം എൻ്റെ റീഡിങ്ങിൽ 90% നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ട് എന്ന്. നിങ്ങൾക്ക് ഒരു തളർച്ച, ക്ഷീണം എപ്പോഴും ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് പൂർണ്ണമായിട്ടും ബോഡി എപ്പോഴും തോന്നുന്നത് റെസ്റ്റ് എടുക്കൂ എന്ന് പറയുന്നത് പോലെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ 2 ദിവസം റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്യൂ. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, സമയം വെറുതെ പാഴാക്കി കളയരുത് നിങ്ങൾ. ഇവിടെ എന്തോ ഒരു കളി നിങ്ങൾ അവസാനിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. അതായത് ഒന്നും നിങ്ങൾ ചെയ്യാതെ തന്നെ ആ ഒരു കളി നിങ്ങൾ അവസാനിപ്പിക്കുന്നത് പോലെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു വണ്ണം കൂടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇനി തിരികെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഹെൽത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നിട്ട്, അതായത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എക്സസൈസ്, ആഹാരത്തിൽ ഉള്ള ഡയറ്റ്, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്വഭാവം മോശമായിട്ടുണ്ടെങ്കിൽ അതിലും ഒരു മാറ്റം നിങ്ങൾ വരുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. രാവിലെ നേരത്തെ എണീക്കുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് വണ്ണം വച്ചിട്ടില്ല എങ്കിൽ 15 തൊട്ട് 20 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് പഴയതുപോലെ ആവുന്നതായിട്ട്, വണ്ണം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായ സ്വഭാവം ഉണ്ടെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ആ സ്വഭാവം നിങ്ങൾ വിട്ട് കളയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സമയം നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ശൂന്യം, അതായത് 00യുടെ ആ ഒരു എനർജി കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്തോ ഒരു പരിവർത്തനം ഉണ്ടാവാൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾ വിചാരിച്ച ആ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായില്ല. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടമാകും, ചില കാര്യങ്ങളിൽ ഒരു പരിവർത്തനം ഉണ്ടാകും എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് തോന്നും ഈശ്വരൻ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇരിക്കുന്നു എന്ന്. ഇവിടെ ഈ ഒരു കാര്യം ഒരിക്കലും എനിക്ക് നടക്കത്തില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടക്കുന്നതായിട്ട്, സഡനായിട്ട് ഒരു വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവത്തിൻ്റെ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് എന്ന്. ഇവിടെ ഏതെങ്കിലും ഒരു കാര്യം സ്റ്റക്കായിട്ടിരിക്കുകയാണ്, അതിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ വിഷമിക്കുകയാണ്, അതിലൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവമേ, താമസിച്ചാണെങ്കിൽ എൻ്റെ ലൈഫിൽ നല്ലത് അങ്ങ് ചെയ്തല്ലോ എന്ന്. ഇവിടെ ഇനി ഒരേ രീതിയിലുള്ള പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ഒരു പാറ്റേൺ ഇങ്ങനെയായിരുന്നു, അതായത് ആ പാറ്റേണിൽ നിങ്ങൾക്ക് എപ്പോഴും വിഷമം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഓരോ വർഷവും എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും നിങ്ങളുടെ ലൈഫിൽ എന്ത് മോശം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു വിഷമം, ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ പാറ്റേൺ അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിലൊരു പുതിയ മാറ്റം ഉണ്ടാവുന്നതായിട്ട്, അവിടെ നിന്ന് ഒരു പുതിയ ജേണി തുടങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇനി തൊട്ട് നിങ്ങൾ പറയണം, ഈ വർഷം എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു നല്ല കാര്യം എന്ന് എല്ലാ വർഷവും നിങ്ങൾ പറയണം. ആ രീതിയിലൊരു മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ ഒരു പുതിയ ആ ഒരു ജേണിയുടെ തുടക്കം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുത്തുവാനല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തരുവാൻ വേണ്ടിയുള്ള ആ ഒരു ജേണിയാണത്. ഇനി നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്ത് സ്ഥിതിയാണെങ്കിലും അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.